ഇന്ത്യയിലെ വൈസ്രോയിമാരെ കുറിച്ചുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴ്സൺ പ്രഭുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കഴ്സൺ പ്രഭു, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1899 മുതൽ 1905 വരെയാണ്. അപ്പോൾ കഴ്സൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടം 1899 മുതൽ 1905 വരെയാണ്. അദ്ദേഹം തന്റെ 39-ാം വയസ്സിലാണ് ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിതനായത്. അതിനാൽ തന്നെ ആ സ്ഥാനം വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ കഴ്സൺ പ്രഭുവിന്റെ ഭരണകാലഘട്ടം 1899 മുതൽ 1905 വരെയാണ്. അദ്ദേഹം തന്റെ 39-ാം വയസ്സിലാണ് ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിതനായത്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ ഔറംഗസീബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? അത് കഴ്സൺ പ്രഭുവായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. വിക്ടോറിയ രാജ്ഞി എന്നാണ് അന്തരിച്ചത്? 1901 ജനുവരി 22 വിക്ടോറിയ രാജ്ഞി അന്തരിച്ചത്. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് ആരെയാണ്? അത് സർ ജോൺ മാർഷലെയാണ്. അപ്പോൾ കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് സർ ജോൺ മാർഷലെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? അത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു? അതും അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. അപ്പോൾ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. അതിന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറലും ആരായിരുന്നു? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് ആരെയാണ്? അത് സർ ജോൺ മാർഷലെയാണ്. കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അതും കഴ്സൺ പ്രഭുവാണ്. എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞതും ആരാണ്? അതും കഴ്സൺ പ്രഭുവാണ്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അത് റൊണാൾഡ് ഷേ ആണ്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയത് ആരാണ്? റൊണാൾഡ് ഷേ. ഇനി നമുക്ക് കഴ്സൺ പ്രഭുവിന്റെ പ്രധാന ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഒന്നാണ് 1899 ബ്രിട്ടീഷ് പൗണ്ടിനെ ഇന്ത്യയിൽ നിയമപരമായ വിലയായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് പൗണ്ടിനെ ഇന്ത്യയിൽ നിയമപരമായ വിലയായി പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. വർഷം ഏതാണ്? 1899. അപ്പോൾ 1899 ബ്രിട്ടീഷ് പൗണ്ടിനെ ഇന്ത്യയിൽ നിയമപരമായ വിലയായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു പരിഷ്കാരമായിരുന്നു ഉപ്പ് നികുതി കുറച്ചത്. അപ്പോൾ ഉപ്പ് നികുതി അദ്ദേഹം എന്ത് ചെയ്തു? കഴ്സൺ പ്രഭു കുറച്ചു. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ചത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. വർഷം 1902. അപ്പോൾ 1902 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ചത് അല്ലെങ്കിൽ സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. വർഷം 1902.
ഈ കമ്മീഷനെ നിയമിച്ചതിന്റെ ഫലമായി 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1904 ആരായിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി? കഴ്സൺ പ്രഭു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് സർവകലാശാലകളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം വിപുലീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് സർവകലാശാലകളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം എന്ത് ചെയ്തു? അത് വിപുലീകരിച്ചു. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ വൈസ്രോയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. 1902 പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ കഴ്സൺ പ്രഭു സർ ആൻഡ്രൂ ഫ്രേസറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ സർ ആൻഡ്രൂ ഫ്രേസറിന്റെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചത് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. വർഷം 1902. അപ്പോൾ സർ ആൻഡ്രൂ ഫ്രേസറിന്റെ നേതൃത്വത്തിൽ 1902 ഒരു പോലീസ് കമ്മീഷനെ കഴ്സൺ പ്രഭു നിയമിച്ചു. കാർഷിക രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അദ്ദേഹം ജലസേചനം വ്യാപിപ്പിക്കുകയും കർഷകരെ പണമിടപാടുകാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 2 നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അതിൽ ഒന്നാണ് സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, പാസാക്കിയത് 1904. അപ്പോൾ സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. വർഷം 1904. മറ്റൊരു നിയമമാണ് പഞ്ചാബ് ഭൂമി അന്യാധീന നിയമം. അത് പാസാക്കിയ വർഷം 1900. അപ്പോൾ പഞ്ചാബ് ഭൂമി അന്യാധീന നിയമം പാസാക്കിയതെന്നാണ് 1900. പാസാക്കിയ വൈസ്രോയ് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. 1905 ഡൽഹിയിലെ പോസയിൽ കഴ്സൺ പ്രഭു കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചു. അപ്പോൾ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ച വൈസ്രോയ് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. വർഷം 1905. എവിടെയാണ് ഇത് ആരംഭിച്ചത് അല്ലെങ്കിൽ ഇത് സ്ഥാപിച്ചത്? ഡൽഹിയിലെ പോസയിലാണ്. അപ്പോൾ ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ച വൈസ്രോയ് ആരാണ്? കഴ്സൺ പ്രഭു. വർഷം 1905. 1904 പുരാതന ചരിത്ര സ്മാരകങ്ങളുടെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനുമായി കഴ്സൺ പ്രഭു പാസാക്കിയ നിയമമാണ് ഏൻഷ്യന്റ് മോണുമെന്റ് പ്രിസർവേഷൻ ആക്ട് അഥവാ പുരാതന സ്മാരക സംരക്ഷണ നിയമം. അപ്പോൾ പുരാതന സ്മാരക സംരക്ഷണ നിയമം അഥവാ ഏൻഷ്യന്റ് മോണുമെന്റ് പ്രിസർവേഷൻ ആക്ട് പാസാക്കിയ വൈസ്രോയ് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. പാസാക്കിയ വർഷം എന്നാണ്? 1904. കഴ്സൺ പ്രഭു തന്റെ ഭരണകാലഘട്ടത്തിൽ ചില ദുരിതാശ്വാസ പരിഷ്കാരങ്ങൾ കൂടി കൈക്കൊണ്ടിട്ടുണ്ട്. അവയിലൊന്നാണ് ക്ഷാമപ്രതിരോധത്തെക്കുറിച്ച് പഠിക്കാനായി അദ്ദേഹം ഒരു ക്ഷാമ കമ്മീഷനെ 1900 നിയമിച്ചു. ആരുടെ നേതൃത്വത്തിലാണ് ആ ഒരു ക്ഷാമ കമ്മീഷനെ നിയമിച്ചത്? ആന്റണി മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ക്ഷാമ പ്രതിരോധത്തെക്കുറിച്ച് പഠിക്കാൻ 1900 ആന്റണി മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷാമ കമ്മീഷനെ രൂപീകരിച്ചു. ആരാണ് ഈ ഒരു ക്ഷാമ കമ്മീഷനെ നിയമിച്ചത്? അത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു തന്റെ ഭരണകാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ ഒരു നടപടിയായിരുന്നു ബംഗാൾ വിഭജനം. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. വർഷം ഏതാണ്? 1905. അപ്പം 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമായിരുന്നു ഏത്? ഈ ബംഗാൾ വിഭജനം. മെച്ചപ്പെട്ട ഭരണത്തിന് ബംഗാൾ വിഭജനം ആവശ്യമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ 2 വിഭജിച്ചു. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം കൂടിയായിരുന്നു. കിഴക്കൻ ബംഗാളിൽ മുസ്ലിം ഭൂരിപക്ഷവും പശ്ചിമ ബംഗാളിൽ ഹിന്ദു ഭൂരിപക്ഷവുമായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ ദേശീയവാദികൾ ഇതിനെ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനും അവരുടെ ഐക്യം ദുർബലപ്പെടുത്താനുമുള്ള ബ്രിട്ടീഷ് തന്ത്രമായി കണ്ട് ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ബംഗാൾ ജനത ബംഗാൾ വിഭജന ദിനത്തെ വിലാപ ദിനമായി ആചരിച്ചു.
അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഏത് വർഷമാണ്? 1905 ഒക്ടോബർ 16 ഈ ദിവസത്തെ ബംഗാൾ ജനത എന്തായിട്ടാണ് ആചരിച്ചത്? വിലാപ ദിനമായി ആചരിച്ചു. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? സ്വദേശി പ്രസ്ഥാനം. അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാണ്? അത് സ്വദേശി പ്രസ്ഥാനമാണ്. ആളുകൾ ബ്രിട്ടീഷ് സാധനങ്ങൾ ബഹിഷ്കരിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം മൂലം ആളുകൾ ബ്രിട്ടീഷ് സാധനങ്ങൾ ബഹിഷ്കരിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് ആരാണ്? അത് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേ ആണ്. പ്രഫുല്ല ചന്ദ്ര റേ. അപ്പോൾ ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രിയുടെ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത്. അപ്പോൾ ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ. അപ്പോൾ നമ്മൾ ബംഗാൾ വിഭജനത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? അത് കഴ്സൺ പ്രഭുവാണ്. ഏത് വർഷമാണത് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്? 1905 ഒക്ടോബർ 16 ബംഗാൾ ജനത ഈ ദിനത്തെ എന്തായിട്ടാണ് ആചരിച്ചത്? വിലാപ ദിനമായിട്ടാണ് ആചരിച്ചത്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ. ആരാണ് പ്രഫുല്ല ചന്ദ്ര റേ? ഇന്ത്യൻ കെമിസ്ട്രിയുടെ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് പ്രഫുല്ല ചന്ദ്ര റേ. പിന്നീട് 1905 കഴ്സൺ പ്രഭു തന്റെ വൈസ്രോയി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1911 വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു. അപ്പോൾ കഴ്സൺ പ്രഭു എന്നാണ് രാജിവെച്ചത്? 1905. ബംഗാൾ വിഭജനം എന്നാണ് റദ്ദു ചെയ്തത്? 1911 റദ്ദു ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴ്സൺ പ്രഭുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1899 മുതൽ 1905 വരെയാണ്. തന്റെ 39-ാം വയസ്സിലാണ് അദ്ദേഹം വൈസ്രോയിയായി നിയമിതനായത്. ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അതുപോലെ തന്നെ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കൂടിയാണ് അദ്ദേഹം. 1899 ബ്രിട്ടീഷ് പൗണ്ടിനെ ഇന്ത്യയിൽ നിയമപരമായ വിലയായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഉപ്പ് നികുതി കുറച്ചു. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ സർവകലാശാല പരിഷ്കരണ കമ്മീഷൻ സ്ഥാപിച്ചു. അതിന്റെ ഫലമായി 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് നിലവിൽ വന്നു. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് കഴ്സൺ പ്രഭു പാസാക്കി. പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പോലീസ് കമ്മീഷനെ നിയമിച്ചു. ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആൻഡ്രൂ ഫ്രേസറിന്റെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചു. കർഷകരെ പണമിടപാടുകാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, അതുപോലെ തന്നെ പഞ്ചാബ് ഭൂമി അന്യാധീന നിയമം എന്നിവ പാസാക്കി. ഡൽഹിയിലെ പോസയില് കൃഷി ഗവേഷണ കേന്ദ്രം കഴ്സൺ പ്രഭു ആരംഭിച്ചു. 1904 ഏൻഷ്യൻ മോണുമെന്റ് പ്രിസർവേഷൻ ആക്ട് പുരാതന സ്മാരക സംരക്ഷണ നിയമം പാസാക്കി. ക്ഷാമ പ്രതിരോധത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ആന്റണി മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷാമ കമ്മീഷനെ നിയമിച്ചു. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് സർ ജോൺ മാർഷലെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അതുപോലെ തന്നെ എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്നും പറഞ്ഞതാരാണ്? അതും കഴ്സൺ പ്രഭുവാണ്. അതുപോലെ തന്നെ ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റൊണാൾഡ് ഷെയാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് 1905 ഒക്ടോബർ 16. ബംഗാൾ ജനത ഈ ദിനത്തെ വിലാപ ദിനമായി ആചരിച്ചു. അതുപോലെ തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റേയാണ്. 1905 കഴ്സൺ പ്രഭു തന്റെ വൈസ്രോയി സ്ഥാനം രാജിവെച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കഴ്സൺ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.